മലയാളികൾ ഉള്ളിടത്തെല്ലാം ഓണം വളരെ കെങ്കേമമായി ആഘോഷിക്കാറുണ്ട്. പറഞ്ഞു വരുന്ന പ്രവാസികളുടെ ഓണത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് യുഎയിലെ ഓണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. യുഎയിൽ ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിലും പ്രവാസികൾ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ്. രാജ്യത്തെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഓണച്ചന്തയടക്കം ഒരുക്കിയിരുന്നു. നാട്ടിൽ നിന്ന് പ്രത്യേകം പച്ചക്കറികൾ ഉൾപ്പെടെ എത്തിച്ചാണ് പ്രവാസികൾ ഓണം കെങ്കേമമാക്കുന്നത്. ഇനി ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ഓണം ആഘോഷിക്കാനായി പ്രവാസ ലോകവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും എല്ലാം കേരളീയ വിഭവങ്ങൾക്കായുള്ള സാധന സാമഗ്രികൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഓണച്ചന്തകളെല്ലാം ഒരുക്കിയാണ് ഇത്തവണത്തെ ഓണം ആഘോഷിക്കാനായി തയ്യാറെടുത്തിരിക്കുന്നത്. എൻ്റെ പുറകിൽ ഇതാ ഒരു ഓണച്ചന്തയുണ്ട്. ഇത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിരിക്കുന്ന ഓണച്ചന്തയാണ്. പ്രത്യേകത്തിൽ കേരളത്തിലുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പേര്, അതായത് വിളയൂർ ഗ്രാമപഞ്ചായത്ത്, നമ്മുടെ നാടിൻ്റെ ഓർമ്മകൾ കൃത്യമായി ലഭിക്കാനും നാടിൻ്റെ അതേ തനിമയിൽ ഓണം ആഘോഷിക്കാനുള്ള അവസരം. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ തന്നെ ഓർമ്മകളിൽ ജീവിക്കുന്നവരാണ്, നൊസ്റ്റാൾജിയയിൽ ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ ഓർമ്മകളിലേക്ക് പുതിയ സുഗന്ധം വീശുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ സൂപ്പർ മാർക്കറ്റുകളെല്ലാം നമ്മുടെ നാടിൻ്റെ അതേ തനിമ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ആ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓണച്ചന്തയിലേക്ക് പോവാം. ഓണത്തിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഓണത്തപ്പനുണ്ട്, അതോടൊപ്പം തന്നെ ചട്ടിയുണ്ട്, ബാക്കി അപ്പുറത്ത് പച്ചക്കറികളെല്ലാം തന്നെ നിറഞ്ഞിട്ടുണ്ട്. ഇത് വിളയൂർ ഗ്രാമപഞ്ചായത്താണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ യാദൃശ്ചികമായി രണ്ട് വിളയൂറുകാരെ കണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലാണ് ഈ ഒരു ഓണച്ചന്ത. യാദൃശ്ചികമായിട്ടാണെങ്കിലും ഒരു കൗതുകം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളും തന്നെ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ കണ്ടുമുട്ടിയത് വളരെയധികം അഭിമാനം തോന്നുകയാണ്. എങ്ങനെയാണ് വിളയൂരിലെ ഓണം ശരിക്കും? വളരെയധികം ഓണച്ചന്തയൊക്കെ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ മുന്നിലും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പ്രാവശ്യം ഇതേപോലെ ഒരു പന്തലൊക്കെ ഇട്ട് ശരിയാക്കി വന്നിട്ടുണ്ട്. നാട്ടിലെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു ഇതാ ഒരു വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രവാസ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ദിവസവും ഞങ്ങളുടെ നാട്ടുകാർ ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. ഞാനും അത് അധിക ദിവസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്ങനെ ഈ വർഷത്തെ ഓണം ആഘോഷിക്കുന്നത്? ഇവിടെയാണോ അല്ലെ നാട്ടിലേക്ക് പോകുന്നുണ്ടോ? അല്ല, ഞങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് വന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ഫാമിലിയായിട്ടൊക്കെ കസിൻസും എല്ലാവരുമായിട്ട് ആഘോഷിക്കാനാണ് പ്ലാൻ. ഉണ്ടാക്കുകയാണോ അല്ലെങ്കിൽ വാങ്ങാറോ? നോർമലി വാങ്ങാറാണ്. ഇപ്രാവശ്യം ചെറുതായിട്ടെങ്കിലും ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നു, അത്രയുള്ളൂ. ഓണം എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് ഉണ്ടോ, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകാറുണ്ടോ? നാട്ടിൽ പോകാറുണ്ട്, ചില ടൈമിൽ ഇവിടെ കിട്ടാറുണ്ട്. ഫുൾ സാധനങ്ങളാണല്ലോ. നേരത്തെ സ്പെഷ്യൽ സാധനങ്ങളാണ് ഇതൊക്കെ. പച്ചക്കായ്, ബീൻസ്, വെണ്ട, പയറ്, പച്ചമാങ്ങ, സാമ്പാർ, കിച്ചടി, പച്ചടി എല്ലാം അടിപൊളി തന്നെ. ഓണം എവിടെയാണ് ആഘോഷിക്കുന്നത്? ഓണം ആഘോഷിക്കുന്ന സ്വന്തം വീട്ടിൽ ഇവിടെ തന്നെ മംസാറ്. നമ്മളെ ബോസിൻ്റെ വീട്ടിൽ ഓണസദ്യ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. ഒരു 10 പേരുണ്ടാവും. 10 മലയാളി, 8 മലയാളി, 2 അതർ സ്റ്റേറ്റ്. ഇത്തരത്തിൽ പല രാജ്യക്കാരായ ആളുകൾ, പല നാടുകളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്ന എന്ന പ്രത്യേകതയും പ്രവാസ ലോകത്തുണ്ട്. പച്ചക്കറിക്കൊപ്പം പൂക്കളും ഒരു ഭാഗത്ത് മനോഹരമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ഓണം ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ പ്രവാസ ലോകം. ഇനിയിപ്പോൾ പ്രവാസ ലോകത്ത് ഈ ഓണം അത്തം മുതൽ തിരുവോണം വരെയാണ് സാധാരണ ഓണമെങ്കിലും പ്രവാസ ലോകത്ത് മാസങ്ങൾ നീളുന്ന ആഘോഷമാണ്. അതിനൊരുങ്ങിക്കഴിഞ്ഞു പ്രവാസ ലോകം, തയ്യാറായിരിക്കുകയാണ് പ്രവാസികളും. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.